മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനുശങ്കറും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു ആ ഒരു പ്ലാൻ ഇടുന്നത്. വൈജയന്തി ആന്റിയെ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ അലീനെ, എങ്കിൽ മാത്രമേ ആന്റിയുടെ ഈ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആന്റി ഇങ്ങോട്ടേക്ക് വരാതെ വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോകും. അത് പിന്നെ വല്ലാതെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോവും. മനുശങ്കർ വല്ലാതെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ അലീനക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അമ്മ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ ഇരിക്കുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ എന്നാണ് അലീനയുടെ ചോദ്യം. അച്ഛനും അമ്മയും പിന്നെ ഒരുമിച്ചൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഇനി ഒരിക്കലും അമ്മയുടെ കൂടെ ജീവിക്കുമെന്ന്. വല്ലാത്തൊരു സങ്കടത്തോടു കൂടിയാണ് അലീന അത് പറഞ്ഞത്. അന്നേരം മനുശങ്കർ വിട്ടില്ല. നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അലീനെ, നിന്റെ മനസ്സിലും ആഗ്രഹമില്ലേ നിന്റെ പെറ്റമ്മ നിന്നെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം നീയും കൊതിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരാ മനുവേട്ട അതൊക്കെ ആഗ്രഹിക്കാത്തത്? ഞാൻ ഇവിടെ വരുമ്പോൾ ബ്രിജിത്ത മമ്മി പറഞ്ഞിരുന്നു എൻ്റെ അമ്മ ഇവിടെയുണ്ട് എന്ന്. അന്ന് ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ചതാണ് എൻ്റെ അമ്മയെ ഒരു നോക്കെങ്കിലും ഒന്ന് കാണാൻ. സ്വന്തം ചോരയല്ലേ, ചിലപ്പോൾ കണ്ടാലുടനെ അമ്മ എന്നെ തിരിച്ചറിയുമായിരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. പോരാത്തതിന് ഓരോ തവണയും അമ്മ എന്നെ ഇങ്ങനെ എപ്പോഴും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു സന്തോഷം കണ്ടെത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ പിന്നെ അതൊരു ശീലമായി പോയി. എന്നാലും ഒരു അമ്മയുടെ സ്നേഹം കൊതിക്കാത്ത മക്കളുണ്ടാവുമോ മനുവേട്ട? അലീനയുടെ ആ ഒരു ചോദ്യം മനുവിൻ്റെ നെഞ്ചിലൊന്ന് തട്ടി. അതിനുള്ള വഴിയാ ഞാൻ ഈ പറയുന്നത് എന്ന് മനു പറഞ്ഞപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനുവേട്ട. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ മനുവേട്ട വേറെ ആരെങ്കിലുമോ പോയി പറഞ്ഞോട്ടെ ഞാൻ അമ്മയുടെ മോളാണ് എന്ന്. പക്ഷേ അച്ഛൻ്റെ അനുവാദം വേണം. എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ കാരണമാണ് അച്ഛന് ഇതൊക്കെ ഉണ്ടായത് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. പാവം അച്ഛൻ ഇത്രയും കാലം വിശ്വസിച്ചതൊക്കെ വെറുതെ ആയി പോയില്ലേ? അലീനയുടെ ആദി കണ്ടപ്പോൾ മനു പറയുന്നുണ്ട്, സാരമില്ല, സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കാം. പിന്നെ ഈ ബബിതയുടെയും രോഹിത്തിൻ്റെയും കാര്യം അറിയാലോ. ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നില്ല എങ്കിൽ അവർ ചിലപ്പോൾ ആൻറ്റിയുടെ കൂടെ അങ്ങ് പോവും. അന്നേരം കൃഷ്ണമോള് ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, അവർ പോവുകയാണെങ്കിൽ പോട്ടെ മനുവേട്ട, ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല. ഈ ബബിതേച്ചിയൊക്കെ 10 ദിവസത്തിൽ കൂടുതൽ അമ്മയുടെ കൂടെയൊന്നും നിൽക്കില്ല. അമ്മയുടെ ശമ്പളം കൊണ്ടൊന്നും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അച്ഛനും അതറിയാവുന്ന കാര്യമാണ്. അലീനയും അത് ശരിവെച്ചു. ശരിയാ, മക്കൾക്ക് എപ്പോഴും അമ്മമാരെ വേണം. ഭവിതയുടെ പ്രായത്തിലൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ അമ്മയുണ്ടെങ്കിൽ അവൾക്കൊരു പേടി കാണും. പക്ഷേ എന്നെ അവൾ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല. കൃഷ്ണമോളും കൂടെ കൂടി. അത് 100% ശരിയാണ് ചേച്ചി. ഭവിതേച്ചി എപ്പോഴും ആ ഫോണിനകത്താ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ചൂടായിട്ട് വരും. ഇതേ സമയം മനുശങ്കർ നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് നടന്നു. അങ്കിളെ, ആന്റി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കൊല്ലപ്പള്ളിയിലേക്കോ മറ്റോ പോകാനാണ് ചാൻസ്. ബാലചന്ദ്രൻ ഒന്ന് പുച്ഛത്തോടെ പറഞ്ഞു. പോവാണെങ്കിൽ പോട്ടടാ മനു, അവളുടെ കാല് പിടിക്കാനൊന്നും ഞാനില്ല. കൊല്ലപ്പള്ളിയിലോ ഫ്ലാറ്റിലോ എവിടെ വേണമെങ്കിലും വേണ്ടില്ല. അവളുടെ കാര്യങ്ങളങ്ങ് നടന്നാ മതിയല്ലോ. മനു വിട്ടുകൊടുത്തില്ല. അങ്കിളെ, ആന്റിക്കും സങ്കടവും ദേഷ്യമൊക്കെ കാണും. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ എനിക്കിതൊന്നും ഇല്ലേ മനു? എൻ്റെ മനസ്സിന്റെ വേദന എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. മനു പതുക്കെ കാര്യം പറഞ്ഞു. അങ്കിളെ, എനിക്ക് തോന്നുന്നു അങ്കിൾ ആ സത്യം അങ്ങ് പറയണം. അലീന ആന്റിയുടെ മോളാണ് എന്ന കാര്യം ആന്റി അറിയണം. അവൾക്കും ആഗ്രഹമുണ്ടാവില്ലേ സ്വന്തം അമ്മയുടെ സ്നേഹമൊന്ന് കിട്ടാൻ? ബാലചന്ദ്രൻ കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാണ് മനു. അലീനയും ആഗ്രഹിക്കുന്നുണ്ടാവും വൈജയന്തി തന്നെ മോളെ എന്നൊക്കെ വിളിക്കാൻ. പക്ഷേ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അവൾ ആ സത്യം അറിയുന്നുണ്ടെങ്കിൽ അത് അവളുടെ മരണക്കിടയ്ക്കൽ വെച്ചായിരിക്കും. ആ സമയത്ത് അവൾക്ക് നല്ല പശ്ചാത്താപം തോന്നണം. സ്വന്തം മകളെ കൺമുന്നിൽ കണ്ടിട്ടും തിരിച്ചറിയാതെ ഇത്രയും കാലം ക്രൂശിച്ചല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾ അങ്ങ് നീറി മരിക്കണം. അതായിരിക്കും ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അത് കേട്ടതോടുകൂടി തന്നെ മനുശങ്കർ ആകെ ഞെട്ടിപ്പോയി. ഇത്രയും ക്രൂരമായ ശിക്ഷ വേണോ അങ്കിളെ എന്ന് ചോദിച്ചപ്പോൾ, വേണം മനു, ഇത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെയായിരുന്നു ബാലചന്ദ്രന്റെ മറുപടി. ഇതേ സമയം ഹോസ്പിറ്റലിൽ വെച്ച് രാജീവനും ശിവശങ്കരനും വൈജയന്തിയെ കാണാൻ ചെന്നു. രാജീവൻ 8 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് വൈജയന്തിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. ഇതെന്താ രാജീവേ ഇതെന്ന് വൈജയന്തി ചോദിച്ചപ്പോൾ രാജീവൻ പറയുന്നത്, ഇത് ബാലചന്ദ്രൻ അടച്ച പൈസയാണ്. ഒന്നുകിൽ ഈ പൈസ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് മര്യാദക്ക് പോകണം. അയാൾ പറഞ്ഞതാണിത്. വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാനായില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോവാനോ? ഒരിക്കലുമില്ല. ശിവശങ്കരൻ പറഞ്ഞു, നീ അയാളുടെ ഭാര്യയല്ലേ വൈജയന്തി, അങ്ങോട്ടേക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? വൈജയന്തി വിട്ടുകൊടുത്തില്ല. ശിവേട്ട, ആ ഒരു കാര്യം മാത്രം എന്നോട് പറയരുത്. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, എങ്കിൽ നീ ഈ പൈസ അങ്ങ് അടക്കണം. അവന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ല എങ്കിൽ അവന്റെ പൈസയും നിനക്ക് വേണ്ടല്ലോ. അത് തിരിച്ചു കൊടുക്കുന്നതല്ലേ മാന്യത. വൈജയന്തിക്ക് നല്ല ദേഷ്യം വന്നുവെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അവൾ.
നീ ഈ അഹങ്കാരമൊക്കെ ഒന്ന് കളയാൻ നോക്ക് വൈജേ. ബാലചന്ദ്രൻ ഏതായാലും അലീനയെ ഏറ്റെടുത്തു കഴിഞ്ഞു. അവൾ ഇനി അവന്റെ മോളാണ്. രാജീവിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തന്നെ വൈജയന്തി അത് പുച്ഛിച്ചു തള്ളി. അവൻ ഏറ്റെടുത്തോട്ടെ, പക്ഷേ ഈ വീട്ടിലൊരു അംഗമായിട്ട് ഞാൻ ഒരിക്കലും അവളെ കാണില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ അവളുടെ പക്ഷത്താണല്ലോ. നിങ്ങൾക്ക് വല്ലതും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ വൈജയന്തിക്ക് ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ രാജീവനും ശിവശങ്കരനും മനസ്സിലായി ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. ഇവളോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ വാഴ കഴക്കുന്നത് എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ രാജീവനും ശിവശങ്കരനും ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയതോടുകൂടി തന്നെ വൈജയന്തിയുടെ മനസ്സിൽ പകയുടെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. 8 ലക്ഷം രൂപയുടെ ബില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ ജനലിലൂടെ പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി നിന്നു. ബാലചന്ദ്രൻ തന്നോട് പക വീട്ടുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രി തന്നെ രോഹിത്തിനെയും ബബിതയും വിളിച്ചു വരുത്തി അവർ തന്റെ തീരുമാനം അറിയിച്ചു. കടപ്പാട്ടൂർ വീട്ടിലേക്ക് മടങ്ങാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം. പക്ഷേ സ്നേഹം കൊണ്ടല്ല, ആ വീട്ടിൽ നിന്നും അലീനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നൊരൊറ്റ വാശിയോടെ. മറുഭാഗത്ത് ബാലചന്ദ്രൻ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അലീന അങ്ങ് തളർന്നു പോയിരിക്കുന്നു. അച്ഛൻ ഇത്രയും കഠിനമായ ഒരു ശിക്ഷ അമ്മക്ക് നൽകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോഴാണോ ഞാൻ മോളാണെന്ന് തിരിച്ചറിയേണ്ടത് എന്ന ചോദ്യം അവളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മനുശങ്കർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അലീനക്ക് അച്ഛന്റെ ആ ഒരു ശിക്ഷാവിധി ഉൾക്കൊള്ളാനായിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വൈജയന്തി കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒരു യുദ്ധത്തിന്റെ പുറപ്പാടിന്റെ ഭാവത്തിലായിരുന്നു. അവൾ അകത്തേക്ക് കയറി വരുമ്പോൾ അലീന അവിടെ നിലവിളക്ക് കൊളുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നീ കൊളുത്തിയ ഈ വിളക്കിന്റെ വെളിച്ചം അധിക നേരമൊന്നും ഈ വീട്ടിലുണ്ടാവില്ല അലീനെ. ബാലചന്ദ്രന്റെ പണം കണ്ടുകൊണ്ടല്ലേ നീ ഈ വീട്ടിലേക്ക് അങ്ങ് പടർന്നു കയറുന്നത്. ഇനി ഏതായാലും അതിനൊന്നും നിനക്ക് കഴിയില്ല. വൈജയുടെ വാക്ക് കേൾക്കുന്ന സമയത്തന്നെ ബാലചന്ദ്രന് ദേഷ്യം വരും. വൈജയ്, നീ ഇങ്ങോട്ടേക്ക് വന്നത് ആ പണം തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ്. അത് മറക്കണ്ട. അലീന ഈ വീട്ടിലെ ജോലിക്കാരിയല്ല, അവൾ എന്റെ മകളാണ്, എന്റെ സ്വന്തം മകള്. ആ ഒരു വില അവൾക്ക് കൊടുത്തേ പറ്റൂ. ബാലചന്ദ്രൻ അലീനയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്നും പക ജ്വലിച്ചു. അവൾ ബബിതയും കൂട്ടി അലീനക്കെതിരെ പുതിയ കെണികളൊക്കെ ഒരുക്കാൻ തുടങ്ങി. വീട്ടിലെ ഓരോ സാധനങ്ങളും കാണാതാവുന്നതും അലീനയുടെ അറിവില്ലാതെ പല തെറ്റായ കാര്യങ്ങളും നടക്കുന്നതും തന്നെ അവിടെ പതിവായി പോയി. അലീനയെ കള്ളിയാക്കി അച്ഛന്റെ മുന്നിൽ അപമാനിക്കുക എന്നതായിരുന്നു വൈജയന്തിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു വൈകുന്നേരം പഴയ തറവാടിന്റെ രേഖകളിൽ നിന്നും ഒരു കത്ത് വൈജയന്തിയുടെ കയ്യിലേക്ക് തടഞ്ഞു. അത് പണ്ട് ബ്രിജിത്ത മമ്മി ബാലചന്ദ്രൻ എഴുതിയ ഒരു കത്തായിരുന്നു. അതിൽ അലീനയുടെ ജനനത്തെക്കുറിച്ചും വൈജയന്തിയുടെ പ്രസവ സമയത്ത് നടന്ന കൈമാറ്റത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായി തന്നെ അതിലെഴുതിയിരുന്നു. അത് വായിച്ച വൈജയന്തി ആകെ ഞെട്ടിപ്പോയി. താൻ ഇത്രയും കാലം വേട്ടയാടിയത്, കൊല്ലാൻ ശ്രമിച്ചത് സ്വന്തം ചോരയാണല്ലോ എന്ന സത്യം അവളുടെ മുന്നിൽ ഒന്ന് വിറങ്ങലിച്ചു നിന്നു. ഇതേ സമയം തന്നെ അലീനയുടെ ആരോഗ്യനില വഷളായിരുന്നു. തുടർച്ചയായ മാനസിക സമ്മർദ്ദം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അലീന ബോധരഹിതയായി വീണപ്പോൾ ഡോക്ടർമാർ അറിയിച്ചത് അവളുടെ ഹൃദയത്തിന് തകരാറുണ്ട് എന്നാണ്. ശസ്ത്രക്രിയക്ക് പോലും സമയം കുറവാണെന്ന വാർത്ത കേട്ടപ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നുപോയി. ആശുപത്രി കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അലീനയുടെ അടുത്തേക്കെത്തിയ വൈജയന്തി കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തും പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയാണ്. ബാലചന്ദ്രൻ പറഞ്ഞ ആ ഒരു ശിക്ഷാവിധി ഫലിക്കുകയായിരുന്നു. മകളുടെ ജീവൻ പോവാറായ നിമിഷം തന്നെ അവൾ തിരിച്ചറിഞ്ഞു താൻ ക്രൂശിച്ചത് സ്വന്തം മോളെയാണ് എന്ന കാര്യം. വൈജയന്തി കരഞ്ഞുകൊണ്ട് തന്നെ അലീനയെ വിളിക്കും. മോളെ അലീനെ, ഈ അമ്മയോട് നീ ക്ഷമിക്ക്. എന്നെ നീ അങ്ങ് കൊന്നേക്ക്. സ്വന്തം മോളെ കല്ലെറിഞ്ഞ പാപിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി പൊട്ടിക്കരയാൻ തുടങ്ങും. വൈജയന്തിയുടെ നിലവിളി കേട്ട് അലീന പതുക്കെ കണ്ണു തുറന്നു. മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും അമ്മയുടെ ആ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ബാലചന്ദ്രൻ ദൂരെ മാറി നിന്ന് ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടു. ഒരു പക്ഷേ ജീവിതത്തിൽ താൻ നൽകിയ ഏറ്റവും ക്രൂരമായ ശിക്ഷ ഇതാവുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അലീനയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരൊലിച്ചിറങ്ങി. അവൾ അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ച് പശ്ചാത്താപത്തിന്റെ ആ ഒരു കണ്ണീരിൽ പഴയ പകയെല്ലാം തന്നെ ഒലിച്ചു പോയിരുന്നു. അങ്ങനെ അലീനയുടെ ആ ഒരു ശസ്ത്രക്രിയ വിജയകരമാകുന്നതും വൈജയന്തി ഒരു പുതിയ ആളായി മാറുന്നതുമായ അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വൈകാരികമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.